Hi my dear children, good morning. How are you today? Are you fine? Are you okay? Okay. നമ്മളിപ്പോൾ 2 ആൻസിന്റെ പാഠല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടു ആൻസിന്റെ വലിയൊരു കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ 2 ആൻസിനെ പരിചയപ്പെട്ടു. അതിലേതൊക്കെ ആൻസാ ഉള്ളത്? ബിഗ് ആൻഡ് ഉണ്ട്, സ്മോൾ ആൻഡ് ഉണ്ട് അല്ലേ? പിന്നെ അവരെന്താ ചെയ്തത്? വാട്ട് ആർ ദ ഡൂയിങ്? അവർ എവിടേക്കാ പോയത്? They are out of their homes. വീടിന് പുറത്തേക്ക് ഇറങ്ങി. വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവര് ആരെയൊക്കെ കണ്ടു? റൈസിങ് സണ്ണിനെ കണ്ടു, സ്മൈലിംഗ് സണ്ണിനെ കണ്ടു. വാട്ട് ഇസ് ദ ടൈം നൗ? എ ഫൈൻ മോർണിംഗ്. എ ഫൈൻ മോർണിംഗ്. 2 ants go out of their homes. They are good friends. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി എന്താ പഠിക്കേണ്ടത്? ഇനി നമുക്ക് അവരുടെ പേരൊക്കെ പഠിക്കണം അല്ലേ? നമുക്ക് ആൻസിന്റെ പേരൊക്കെ പഠിക്കണ്ടേ? ഓക്കെ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പുതിയ വാക്കുകളൊക്കെ പരിചയപ്പെടാനുണ്ടല്ലേ? അതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അതൊക്കെ പഠിച്ച് നമുക്ക് ആൻസിന്റെ ബാക്കി കഥ കൂടി കേൾക്കാം. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ 2 ആൻസിന്റെ കഥയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 2 ആൻസ്. എന്താ 2 ആൻസ് പറഞ്ഞാൽ? 2 ഉറുമ്പുകളുടെ കഥ. ഒരു വലിയ സ്റ്റോറിയാണ് അല്ലേ? വലിയ സ്റ്റോറി. ആ സ്റ്റോറിയുടെ ചെറിയൊരു ഭാഗം തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? എന്താ ഈ സ്റ്റോറിയുടെ പേര്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി സ്റ്റോറി? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി സ്റ്റോറി? 2 ആൻസ്. എന്താ 2 ആൻസ് പറഞ്ഞാൽ? 2 ഉറുമ്പുകൾ. 2 ഉറുമ്പുകളുടെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഹൗ മെനി ആൻസ് ആർ ദർ? ഹൗ മെനി ആൻസ്? 1 2. 2 ആൻസ്. ഹൗ മെനി ആൻസ്? 1 2. Can you see the sun? Can you see the sun? Yes, very good. This is a sun. This is a sun. Look, my dear. Where is the 2 ants now? Where is the 2 ants now? They are out of their homes. വീടിന് പുറത്താണുള്ളത് അല്ലേ? They are out of their homes. അവരുടെ വീടിന് പുറത്താണുള്ളത്. Can you guess? What is the time now? It is a fine morning. Okay, it is a fine morning. അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കണ്ടേ? നമുക്കൊന്നുകൂടി വായിച്ച് അതിലെ ന്യൂ വേർഡ്സൊക്കെ നമുക്കൊന്ന് എഴുതണം. ഓക്കെ മക്കളെ, നമുക്ക് നമ്മുടെ ആദ്യ പേജ് ഒന്നുകൂടി പരിചയപ്പെട്ടാലോ? ഇതിൽ നിന്ന് നമുക്ക് പുതിയ അക്ഷരങ്ങൾ, ന്യൂ വേർഡ്സ് ഒന്ന് പരിചയപ്പെടണം അല്ലേ? അത് പഠിക്കണം നമുക്ക്. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി ഇതൊന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കണേ. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. It is a fine morning. ഇത് നല്ലൊരു പ്രഭാതമായിരുന്നു, രാവിലെയായിരുന്നു. 2 ants go out of their homes. 2 ants go out of their homes. 2 ഉറുമ്പുകൾ അവരുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. They are good friends. They are good friends. അവർ നല്ല ചങ്ങാതിമാരായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്ക് ആ ഫസ്റ്റ് പേജിലെ ആദ്യത്തെ ലൈൻ ഒന്ന് എടുത്ത് നോക്കിയാലോ? ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചേ. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. അതിൽ നമുക്ക് പരിചയപ്പെടേണ്ട ന്യൂ വേർഡ്സ്. എൻ്റെ മക്കൾ നോക്കിക്കോ. ഇറ്റ് 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 ഐ ടി ഇറ്റ് ഐ ടി eat, is, 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 a ഇംഗ്ലീഷിലെ ലെറ്ററാണ് എ. നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പം എ ഉപയോഗിക്കും. അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുക. ന്യൂ വേർഡ്സ് നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഈറ്റ്, ഐ ടി ഈറ്റ്, ഐ എസ് ഈസ്, ഐ എസ് ഈസ് എ. ഇറ്റ് ഈസ് എ. It is a. It is a. ഈ 3 വേർഡ്സ് നോട്ട് ബുക്കിലേക്ക് എഴുതണേ. എഴുതിയിട്ട് ഇതൊന്ന് വായിക്കാൻ പഠിക്കണം. It is a. I T eat. I S is a. A. It is a. 3 വേർഡ്സ് പഠിച്ചില്ലേ? 3 വേർഡ്സ്. ഫസ്റ്റ് ലൈനിലുള്ള 3 വേർഡ്സ് എൻ്റെ മക്കളൊന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതുക. അതൊന്ന് പഠിക്കുക.
ഒന്നാമത്തെ സെൻറ്റൻസിലെ ന്യൂ വേർഡ്സ് നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഇനി അടുത്ത ലൈൻ നോക്കിയാലോ. സെക്കൻഡ് സെൻറ്റൻസ്. 2 ants go out of their homes. Once again, 2 ants go out of their homes. 2 ഉറുമ്പുകൾ അവരുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഇതിൽ നമുക്ക് പഠിക്കേണ്ട വാക്കുകൾ ഏതൊക്കെയാണ് മക്കളെ? വെരി ഗുഡ്. എത്ര ആൻഡാണുള്ളത്? ആൻഡ് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ് അല്ലേ? ആൻഡ് എന്താ? ANT ആൻഡ്. ആൻഡ് പറഞ്ഞ ഉറുമ്പ്. ANT ആൻഡ്. നിങ്ങൾ എഴുതി പഠിക്കണേ. ആൻഡ് ANT ആൻഡ്. ഹൗ മെനി ആൻസ്? 2 ആൻസ്. 2 ഉറുമ്പുകൾ. 2 ഉറുമ്പുകൾ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ANTS ആൻസ്. ഒരു ഉറുമ്പാണെങ്കിൽ എന്ത് പറയും? ആൻഡ്. 2 ഉറുമ്പാന്ന് എന്ത് പറയും? ആൻസ്. ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ANTS ആൻസ്. 2 ants. How many ants? 2 ants. 1 2. How many ants? 1 2. 2 ants. അപ്പോൾ 2 പഠിക്കുക. TWO 2 ants. എവിടെ പോയി അവര്? ഗോ ഗോ. GO ഗോ. GO ഗോ. വായിച്ചേ. ഗോ. ഔട്ട് ഔട്ട്. OUT OUT ഔട്ട്. വായിച്ചേ. OUT ഔട്ട് ഔട്ട്. ഓഫ് OF ഓഫ് ഓഫ്. ഇതൊക്കെ ന്യൂ വേർഡ്സ് ആണ്. ഇതൊക്കെ പഠിക്കണേ. രണ്ടാമത്തെ സെൻറ്റൻസ് എന്തൊക്കെ പഠിക്കണം? ആൻഡ്, 2 ants, go, out, off. And 2 ants go off out. രണ്ടാമത്തെ ലൈനിന് ഇത്രയും വാക്കുകൾ എഴുതി വായിച്ച് പഠിക്കുക. ഓക്കെ. നമുക്കൊരു മൂന്നാമത്തെ ലൈൻ നോക്കണ്ടേ? മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഫസ്റ്റ് പേജിലുള്ള 3 സെൻറ്റൻസ്, 3 സെൻറ്റൻസിൽ മൂന്നാമത്തെ സെൻറ്റൻസ്, ലാസ്റ്റ് വൺ. റീഡ് ഇറ്റ്. They are good friends. They are good friends. അവർ ആരായിരുന്നു? അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. They are അവർ. Good friends അവർ നല്ല ചങ്ങാതിമാരായിരുന്നു. ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? ഇതിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട പുതിയ ന്യൂ വേർഡ്സ്, പുതിയ വേർഡ്സ് ഏതാ മക്കളെ? They are. ARE ആർ. ആർ. ദാ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ARE ആർ. വായിച്ചേ. ആർ ആർ. ഇതും നോട്ട് ബുക്കിലേക്ക് എഴുതുക. അപ്പം 3 സെൻറ്റൻസിലുള്ള ന്യൂ വേർഡ്സ് എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതി നന്നായി അത് വായിച്ച് പഠിക്കുക. Look my dear children, how many ants are there? How many ants? 2 ants. 1 2. How many ants? 1 2. നമ്മുടെ ഫസ്റ്റ് പേജിലുള്ള 3 സെൻറ്റൻസ് നമ്മൾ കൃത്യമായി പഠിച്ചു. എല്ലാവർക്കും കൃത്യമായി വായിക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഇനി ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലെറ്റ്സ് ആൻസർ. നിങ്ങൾ ആൻസർ പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു ആർ ഇൻ ദ പിക്ചർ? ഹു ആർ ഇൻ ദ പിക്ചർ? ആരാ പിക്ചറിലുള്ളത്, ചിത്രത്തിലുള്ളത്? വെരി ഗുഡ്. ആൻസ്. ആരാണ്? ആൻസ്. ഓക്കെ. സെക്കൻഡ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ആൻസ് ആർ ദർ? ഹൗ മെനി ആൻസ് ആർ ദർ? എത്ര ഉറുമ്പുകളാണ് ഉള്ളത്? വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം അല്ലേ? 2 ants. ഹൗ മെനി ആൻസ്? 2 ants. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? എന്താണ് ആ ദിവസത്തെ സമയം? വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? എന്തായിരുന്നു സമയം? മോർണിംഗ് അല്ലേ? ഫൈൻ മോർണിംഗ്. നമുക്ക് എന്ത് എഴുതാം? മോർണിംഗ്. അപ്പോൾ ആ പേജിലെ ക്വസ്റ്റ്യന് എല്ലാം എൻ്റെ മക്കൾക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ലേ? ഉത്തരം പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. നമ്മുടെ പാഠം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമുക്ക് ഒന്നുകൂടി വായിക്കാം. 2 ants. It is a fine morning. 2 ants go out of their homes.
ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ. ലുക്ക് മൈ ഡിയർ ചിൽഡ്രൻ, നമ്മളങ്ങനെ നമ്മുടെ ടു ആൻഡ്സ് എന്ന സ്റ്റോറിയുടെ ഒരു ചെറിയ പോർഷൻ പഠിച്ചു അല്ലേ? ഒരു വലിയ കഥ, ബിഗ് സ്റ്റോറിയാണ്. അതിൻ്റെ വലിയ ഭാഗമുണ്ട്. അതിലെ ആദ്യത്തെ ഭാഗം ഒരു ചെറിയ പോർഷൻ നമ്മൾ പഠിച്ചത്. സെക്കൻഡ് പോർഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തായിരുന്നു കഥയുടെ പേര്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി സ്റ്റോറി? ഓക്കെ, വെരി ഗുഡ്. ടു ആൻഡ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഹൗ മെനി ആൻഡ്സ് ആർ ഹിയർ? 1, 2. How many ants? 1, 2 ants. What about its size? Okay, very good. One is big. This is a big ant. What about its size? Okay, very good. It is a small ant. നമുക്ക് വായിച്ചാലോ? One ant is big. ഒരു ഉറുമ്പ് വലുതായിരുന്നു. The other ant is small. മറ്റേ ഉറുമ്പ് എങ്ങനെയുള്ളതായിരുന്നു? ചെറുതായിരുന്നു. They go out to play. അവർ എവിടെയാ പോയത്? അവർ കളിക്കാനാണ് പോയത്. നിങ്ങൾ കളിക്കാറില്ലേ? കൊറോണ ആയതുകൊണ്ട് നിങ്ങൾ പുറത്തൊന്നും കളിക്കാൻ പോകാറില്ലേ? വീട്ടിന് പുറത്തു നിന്ന് കളിക്കും അല്ലേ? എന്തൊക്കെ കളികൾ കളിക്കും? ഫുട്ബോൾ കളിക്കും അല്ലേ? കള്ളനും പോലീസും കളിക്കും. ഇങ്ങനെ ഒരുപാട് കളികൾ കളിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ബിഗ് ആൻഡും സ്മോൾ ആൻഡും എവിടെ പോയി? അവർ ഗോ ഔട്ട് ടു പ്ലേ. കളിക്കാൻ പോയി. രണ്ടുപേരും പുറത്തേക്ക് കളിക്കാൻ പോയി. എവിടെയാ കളിക്കാൻ പോയത്? They go out to play. Where is the big ant? ടീച്ചർക്ക് ബിഗ് ആൻഡ് കാണിച്ചെന്നേ. Yes, this is a big ant. Where is the small ant? Okay, this is the small ant. This is the big ant. This is the small ant. One ant is big, other ant is small. ബിഗ് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. ബിഗ്, സ്മോൾ, ബിഗ്, സ്മോൾ. അപ്പോൾ വിപരീത പദം, ഓപ്പോസിറ്റ് പദമാണ്. ബിഗിൻ്റെ ഓപ്പോസിറ്റ് പദം എന്താണ്? ബിഗ്, സ്മോൾ. സ്മോളിൻ്റെതാണെങ്കിലോ സ്മോൾ, ബിഗ് അല്ലേ? വലുത്, ചെറുത്, വലുത് എന്നൊക്കെ പറയും. അങ്ങനെ നമുക്കൊരു ഓപ്പോസിറ്റ് വേർഡ് കൂടി ഇവിടെ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ന്യൂ വേർഡ്സ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, സെക്കൻഡ് പേജിലെ വാക്യം, സെൻറ്റൻസ് ഒന്നുകൂടി വായിക്കാം. റീഡ് ഇറ്റ്. വാട്ട്സ് ദ നെയിം ഓഫ് ദി സ്റ്റോറി? ടു ആൻഡ്സ്. റീഡ് ഇറ്റ്. എൻ്റെ മക്കളൊന്ന് വായിച്ചോ. ഓക്കെ, റീഡ് ഇറ്റ്. വൺ ant is big. Okay, very good. The other ant is small. Okay. ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കണ്ടേ? വായിക്കാം. അവസാനത്തെ സെൻറ്റൻസ് റീഡ് ഇറ്റ്. They, very good, go out to play. They go out to play. Very good. അവർ എവിടെയാ പോയത്? കളിക്കാൻ പോയി. വെരി ഗുഡ്. അപ്പോൾ ഈ പേജിലെ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് വായിക്കാൻ കിട്ടുന്നില്ലേ? വായിക്കാൻ കിട്ടുന്നുണ്ടല്ലേ? എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പുതിയ പദങ്ങളൊന്ന് പരിചയപ്പെടാം. ഈ പേജിൽ നമ്മൾ പരിചയപ്പെടേണ്ട ന്യൂ വേർഡ്സ് നോക്കാം. ന്യൂ വേർഡ്സ്. ഇത് വായിച്ചോ മക്കള്. വൺ ആൻഡ് ഈസ് ബിഗ്. വെരി ഗുഡ്. ദ അതർ ആൻഡ് ഈസ് സ്മോൾ. ഒരു ഉറുമ്പ് വലുതാണ്, മറ്റേ ഉറുമ്പ് ചെറുതാണ്. അപ്പോൾ നമ്മൾ ടു പഠിച്ചില്ലേ? സ്പെൽ ദ വേർഡ് ടു. ടു ആൻഡ്സ് എന്നുള്ള ടു പഠിച്ചില്ലേ? സ്പെൽ ദ വേർഡ് ടു. TWO. വെരി ഗുഡ്. ടു നമ്മൾ പഠിച്ചു. ആൻഡ് സ്പെൽ ദ വേർഡ് ആൻഡ്. ANT. വെരി ഗുഡ്. ആൻഡ് പഠിച്ചു. ഈസ് പഠിച്ചു അല്ലേ? നമ്മൾ ഈസ് പഠിച്ചു. IS.
ഇനി ഏതാ പഠിക്കേണ്ടത്? ബിഗ്. BIG. ബിഗ്. ബിഗ്. ദാ BIG. ബിഗ് അല്ലേ? പിന്നെയോ 2 ആൻഡ്സ് എന്ന് പഠിച്ചില്ലേ? ഇവിടെ ഏതാ ഉറുമ്പ ബിഗ്? 1 ആൻഡ് ഈസ് ബിഗ്. 1. 1. ONE. 1. ONE. 1. 2 നമ്മൾ നേരത്തെ പഠിച്ചു. സ്പെൽ ദ വേർഡ് 2. TWO. 2. സ്പെൽ ദ വേർഡ് 1. ONE. 1. അപ്പോൾ ന്യൂ വേർഡാണ് 1. പിന്നെയോ ബിഗ് അല്ലേ? ബിഗ്. ദാ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചിനാ? പഠിച്ചിട്ടില്ല അല്ലേ? നമുക്ക് ദാ പഠിക്കാൻ. എന്നാൽ ദ. THE. ദ. ദ. ദ അല്ലേ? ദ അതർ ആൻഡ് ഈസ്. ആൻഡ് പഠിച്ചിട്ടുണ്ട്. ഈസ് പഠിച്ചിട്ടുണ്ട്. സ്മോൾ. ദാ പഠിക്കേണ്ടത് സ്മോൾ. SMALL. എന്താ വായിക്കുക? SMALL. സ്മോൾ. എന്താണ്? സ്മോൾ. സ്മോൾ. സ്മോൾ പഠിച്ചില്ലേ? SMALL. സ്മോൾ. ഒന്നുകൂടെ നോക്കാം. 1 ബിഗ് സ്മോൾ. ഇതെന്താ വായിക്കുക? 2. TO. 2. പിന്നെ ദ. ദ. ഇത്രയും കാര്യങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ. 1 ആൻഡ് ഈസ് ബിഗ്. Who is this? This is a big ant. 1 ant is big. 1 ant is big. Where is the big ant? This is the big ant. Where is the big ant? This is the big ant. The other ant is small. The other ant is small. രണ്ടാമത്തെ ഉറുമ്പ്. മറ്റേ ഉറുമ്പ് എങ്ങനെയായിരുന്നു? The other ant is small. ചെറുതായിരുന്നു അല്ലേ? Where is the small ant? Where is the small? This is the small ant. Where is the small ant? This is the small ant. This is the small ant. അപ്പോൾ ഇത് വായിക്കാൻ കിട്ടുന്നില്ലേ? The other ant is small. പേജ് ഒന്നുകൂടി വായിക്കാം. 2 ants. 1 ant is big. The other ant is small. They go out to play. They go out to play. ഇതിൽ നമുക്ക് 2 പുതിയ വാക്കാണ്. ഗോ നമ്മൾ പഠിച്ചു. ഔട്ട് നമ്മൾ പഠിച്ചു. 2. TO2. ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 8 എടുത്ത് എല്ലാവരും എടുത്തുവാ. നമുക്കിതൊന്ന് വായിച്ചാലോ? ലെറ്റ്സ് റീഡ്. 1 ant is big. The other ant is small. 1 ant is big. The other ant is small. The big ant is bent. The big ant is bent. The small ant is sent. The small ant is sent. They go out to play. They go out to play. ഇത്രയും കാര്യങ്ങൾ വായിക്കാൻ കിട്ടുന്നില്ലേ? വായിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിഗ് ആൻഡും സ്മോൾ ആൻഡും ആരാണെന്ന് പഠിച്ചു. അവരുടെ പേര് പഠിച്ചു അല്ലേ? എന്തായിരുന്നു ബിഗ് ആൻഡിൻ്റെ പേര്? ബെൻ. സ്മോൾ ആൻഡിൻ്റെ പേര് സെൻ. ബിഗ് ബെൻ, സ്മോൾ സെൻ. ബിഗ് ആൻഡ്, സ്മോൾ ആൻഡ്. ബിഗ് ആൻഡ് ഈസ് ബെൻ. സ്മോൾ ആൻഡ് ഈസ് സെൻ. ബിഗ് ആൻഡ് ഈസ് ബെൻ. സ്മോൾ ആൻഡ് ഈസ് സെൻ. ന്യൂ വേർഡ്സ് നമുക്ക് പരിചയപ്പെടണ്ടേ? ഹു ഈസ് ബിഗ്? ബെൻ ഈസ് ബിഗ്. നമുക്ക് വായിച്ചാലോ? ബെൻ ഈസ് ബിഗ്. ഹു ഈസ് സ്മോൾ? സെൻ ഈസ് സ്മോൾ അല്ലേ? ബിഗ് ആൻഡ് ബെന്നും സ്മോൾ ആൻഡ് സെന്നും ആണ്. ബി ബി ബ് 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 ബെൻ ബെൻ. ബി ബ് ബെൻ ബിഗ്. ബെൻ ബിഗ്. എസ് എസ് സെൻ സെൻ സെൻ. സ്മോൾ സ്മോൾ. ആരാ സ്മോള്? സെൻ ഈസ് സ്മോൾ. ആരാ ബിഗ്? ബെൻ ഈസ് ബിഗ് അല്ലേ? ബിഗ് ആൻഡ് ബെൻ, സ്മോൾ ആൻഡ് സെൻ.
ബി ബെൻ ബീഗ്. എസ് സെൻ സ്മോൾ. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ന്യൂ വേർഡ്സ്. ഇത് നോട്ട് ബുക്കിലേക്ക് എഴുതി ഒന്ന് പഠിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 2 പേജിൽ നിന്നും കുറേ ന്യൂ വേർഡ്സ് പരിചയപ്പെട്ടു. അതൊക്കെ ഒന്ന് മക്കൾ പഠിക്കണം. ഇനി ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ. ലെറ്റ്സ് ആൻസർ. നിങ്ങൾ ആൻസർ പറയണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. One ant is big. What about other? One ant is big. What about other? ഒരു ഉറുമ്പ് വലുതാണ്, മറ്റേ ഉറുമ്പോ? The other ant is small. Very good. The other ant is small. Second question. Now you know the name of the ants. അപ്പോൾ നിങ്ങൾ ആൻറ്റിൻ്റെ പേര് പഠിച്ചില്ലേ? Don't you? പഠിച്ചില്ലേ? Tell their names. പേര് പറഞ്ഞേ. Ben and Sen. Very good. Ben and Sen. Who is Ben? ആരാ Ben? An ant. Who is Sen? Another ant. മറ്റൊരു ഉറുമ്പാണ് സെൻ. ബെന്നും സെന്നും 2 ഉറുമ്പുകളാണ്. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ. Who is big? ആരാ ബിഗ്? Who is big? Very good. Big Ben. Ben is big. Who is small? ആരാ സ്മോൾ? സ്മോൾ സെൻ. സെൻ ഈസ് സ്മോൾ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. 2 ആൻസിൻ്റെ പാട്ട് കേട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ. പാട്ടെല്ലാവരും പഠിക്കണം മക്കളെ. ഓക്കെ. ബൈ ബൈ.